ഹലോ, ദിസ് ഇസ് സുധ ഫ്രം മിസ് ഫസ്റ്റ് ലൈഫ്. ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമേരിക്കയിൽ ഐ ടി കമ്പനികളിൽ ഡ്രിങ്ക്സ് അടിക്കാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഐ ടി കമ്പനിയിൽ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ആൽക്കഹോളിക് ഡ്രിങ്ക്സാണ്. അപ്പം അതിൻ്റെ ആൻസർ എന്തെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ അതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. ഇപ്പോൾ ഐ ടി കമ്പനി എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ ഡൊമൈനുകളിലും ഒരു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ റീറ്റെയിൽ ആയാലും ഉണ്ടാവും, ബാങ്കിങ്ങിലാണെങ്കിലും ഒരു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഗവൺമെൻറ് ആണെങ്കിലും ഉണ്ടാവും. അപ്പം ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. കാരണം ഇപ്പോൾ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിലാണ് എല്ലാ യൂസേഴ്സൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെ വന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് മിക്കവാറും എല്ലാ കമ്പനികളിലും ഒരു സെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം മിക്കവാറും എല്ലാ കമ്പനികളൊക്കെ റൂൾസ് കാണും. ജോലി ചെയ്യുമ്പം, അതായത് വെൻ യു ആർ വർക്കിംഗ്, ഡ്രിങ്ക്സ് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മിക്കവാറും എല്ലാ കമ്പനികളിലൊക്കെ ഒരു റൂളൊക്കെ ഉണ്ട്, മിക്കവാറും എല്ലാ കമ്പനികളിലും. പക്ഷേ എന്നാൽ പോലും ചിലപ്പോൾ ഇപ്പം നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, പ്രോജക്റ്റ് സക്സസ്സിന് അവരൊരു പാർട്ടി നടത്തുകയാണ്. ചിലപ്പോൾ ആ പാർട്ടി വർക്ക് പ്ലേസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അതൊരു ഹോട്ടലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ഈവൻ്റ് ഏരിയയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ അവരൊന്ന് ഡ്രിങ്ക്സൊക്കെ ചിലപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. അപ്പം അവർ ചിലപ്പോൾ ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഫുഡ്, ഡ്രിങ്ക്സ്, അങ്ങനെ പലതും അവർ സെർവ് ചെയ്യാറുണ്ട്. പ്രോജക്റ്റ് സക്സസിൻ്റെ പാർട്ടി, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പം കാണാം, മിക്കവാറും നമുക്ക് എന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ എന്തെങ്കിലും കാണും, നമ്മൾ ജോലി ചെയ്യുമ്പം ഡ്രിങ്ക്സ് അടിക്കാൻ പാടില്ല, ഓഫീസിൽ നിന്ന് ഡ്രിങ്ക്സ് അടിക്കാൻ പാടില്ല, ഡ്രിങ്ക്സ് അടിച്ചിട്ട് വന്ന് ജോലി ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂൾസ് അവരുടെ കോൺട്രാക്റ്റിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും ജോലി ചെയ്ത എല്ലാ കമ്പനികളും, ഞാനൊരു ഐ ടി ആ ഏരിയയിലാണ്, മിക്കവാറും എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷെ എന്നാൽ പോലും ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തപ്പോൾ അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ കൾച്ചർ വളരെ വ്യത്യാസമായിരുന്നു. ഞാൻ അവിടെ പോയപ്പം കാണാം, അവിടെ ഓൾറെഡി വന്ന് ബിയറും വൈനും ഒക്കെ അവിടെ ഓഫീസിനുള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും പോരാഞ്ഞിട്ട്, അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ബിയറും വൈനൊക്കെ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് കഴിക്കാം എന്നാണ് അവരുടെ റെസ്പോൺസ്. അതും പോരായിട്ട് ഞാൻ നോക്കിയപ്പം കാണാം, അവർ ചിലപ്പോൾ പാർട്ടീസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതും ഓഫീസിനുള്ളിൽ തന്നെ അവർ പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാർട്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ബാർ ഏരിയ സെറ്റ് ചെയ്യും, ചിലപ്പോൾ ബാർടെൻഡറിനെ കൊണ്ടുവരും. അവിടെയുള്ള പല സ്റ്റാഫുകളും അവിടെ പോയി ചിലപ്പോൾ അവർ കേറ്ററിംഗ് ഒക്കെ ഫുഡും ഈ ഡ്രിങ്ക്സും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് പലതും ചെയ്തിട്ട് പിന്നെയും വന്ന് ജോലി ചെയ്യുന്നുമുണ്ട്. അപ്പം ഞാൻ ആ ഒരു കൾച്ചർ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്ത പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അതൊരു ഡിഫറെൻറ്റ് കൾച്ചറാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു വെള്ളം പോലെ തന്നെ ഒരു ഏരിയയിൽ ബിയർ എടുക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എന്തെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ എംപ്ലോയറും ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോക്കൽ റൂൾസും ഒക്കെ കാണുമായിരിക്കുമല്ലോ, ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് റൂൾസൊക്കെ അതിലുണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ ഡ്രിങ്ക് ചെയ്തിട്ട് ഓഫീസിൽ ജോലി ചെയ്ത് കൂടെ അങ്ങനെയൊന്നും ഇല്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പർട്ടിക്കുലർ എംപ്ലോയർ, മേ ബി ദ ഇൻഡസ്ട്രി ആൾസോ. സോ അതാണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ എല്ലായിടത്തും ഒരേപോലെ അല്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതുപോലെ എന്തെങ്കിലും വിഷയമായിട്ട് ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ടു മൈ ചാനൽ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.